വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 34 വചനം. ആ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: വല്ലവനും വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വച്ച് ഭക്ഷണം കഴിക്കട്ടെ. ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്താം എന്നുള്ള അനുഗ്രഹീതമായ വചനമാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ളതായി വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ ഓർക്കുന്ന, കർത്താവിൻ്റെ മേശയുടെ ശുശ്രൂഷയെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. കർത്താവിൻ്റെ മേശയോട് അടുത്തു വരുന്നവർ സ്വയം ശോധന ചെയ്ത് ദൈവം മുൻപാകെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ആ തലത്തിൽ ദൈവകൃപയിലേക്ക് കടന്നു വരികയും ചെയ്താനന്തരം മാത്രമേ കർത്താവിൻ്റെ മേശയിൽ നിന്ന് സംബന്ധിക്കുവാനായിട്ട് പാടുള്ളൂ എന്നൊക്കെ ഓർമ്മപ്പെടുത്തി വന്നിട്ടാണ് 34-ാമത് വചനത്തിനകത്ത് പറയുന്നത്: വല്ലവനും വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ കൂടി വരുമ്പോൾ ആ വിശപ്പ് ന്യായവിധിക്ക് ഹേതുവാകാതിരിപ്പാൻ തക്ക തലത്തിൽ നിങ്ങളായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആളുകൾ കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നതിന് മുൻപ് സ്വയശോധന കഴിക്കുകയും ആ തലത്തിൽ മാത്രം കർത്താവിൻ്റെ മേശയുടെ ശുശ്രൂഷയിലേക്ക് അടുത്തു വരികയും ചെയ്യണമെന്നിരിക്കെ അവരുടെ വിശപ്പടക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമായി കർത്താവിൻ്റെ മേശയുടെ ശുശ്രൂഷയെ ചില ആളുകൾ കാണുവാൻ മനസ്സ് വെച്ചപ്പോൾ അവരെ ഓർപ്പിച്ചുണർത്തുകയാണ്: നിങ്ങളുടെ വിശപ്പിന് ശമനം വരുത്തുവാൻ വേണ്ടി കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നവരായി നിങ്ങൾ തീരാതിരിക്കുകയും നിങ്ങളുടെ വിശപ്പടക്കുവാൻ നിങ്ങൾ വീട്ടിൽ തന്നെ കാര്യങ്ങൾ ക്രമപ്പെടുത്തേണ്ടതുണ്ടെന്നും കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ക്രൂശ് മരണത്തെയും പുനരുത്ഥാനത്തെയും ഓർമ്മപ്പെടുത്തുന്ന മഹത്തായ ശുശ്രൂഷയാണെന്നും നിങ്ങൾ തിരിച്ചറിയാതിരുന്നാൽ അത് ന്യായവിധിക്ക് ഹേതുവായിത്തീരുമെന്ന് പൗലോസ് ഈ വാക്യത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, വിശേഷാൽ കർത്താവിൻ്റെ മേശയിൽ നിന്ന് നാം സംബന്ധിക്കുമ്പോൾ, അത് കേവലം നമ്മുടെ വിശപ്പടക്കുന്നതിനു വേണ്ടിയല്ല, നമ്മുടെ അരുമനാഥനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ ഓർക്കുവാനും തൻ്റെ പുനരുത്ഥാനത്തെയും മടങ്ങിവരവിനെയും കുറിച്ച് നാം മനസ്സിലാക്കുവാനും നിത്യതയ്ക്കു വേണ്ടി നാം ഒരുങ്ങുവാനുമുള്ള ഒരു ശുശ്രൂഷയാണെന്ന ബോധ്യതയോടുകൂടി മാത്രമേ അതിൽ നാം സംബന്ധിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ആ നിലയിലും
ആ നിലവാരത്തിലും ആ ശുശ്രൂഷയുടെ പങ്കാളികളായി നമുക്ക് തീരപ്പെടേണ്ടതിന് ഓരോ നിമിഷങ്ങളും നാം നമ്മെ തന്നെ ശോധന ചെയ്യുന്നവരും ആ നിലവാരത്തിൽ ജീവിക്കുവാൻ ഉത്സാഹിക്കുന്നവരുമായി തീരാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൃപ നൽകട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്നും കർത്താവിൻ്റെ മേശ ഞങ്ങളുടെ വിശപ്പടക്കുന്നതിനു വേണ്ടിയല്ല, ഞങ്ങളുടെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാണെന്ന് മനസ്സിലാക്കി ആ നിലകളിൽ അതിനോട് അടുത്തു വരുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.